പേന കൊണ്ടെന്റെ കൈവെള്ളയിൽ എഴുതിയ ചിത്രങ്ങൾ മറന്നുപോയോ? തെളിയാത്ത പേന കൊണ്ടെന്റെ കൈവെള്ളയിൽ എഴുതിയ ചിത്രങ്ങൾ മറന്നുപോയോ? വടക്കിനി കോലായി വിഷുവിലക്കറിയാതെ ഞാൻ തന്ന കൈനേട്ടമോർമ്മയില്ലേ? വിട പറഞ്ഞകന്നാലും മാടി മാടി വിളിക്കുന്നു മനസ്സിലെ നൂറു നൂറു മയിൽപ്പീലികൾ. മറക്കുമോ നീ എന്റെ മൗനഗാനം? ഒരു നാളും നിലയ്ക്കാത്ത വേണുഗാനം. ഒന്നു തൊടുമ്പോൾ നീ താമരപ്പൂപോലെ മിഴികൂമ്പി നിന്നൊരാ സന്ധ്യകളും. ഒന്നു തൊടുമ്പോൾ നീ താമരപ്പൂപോലെ മിഴികൂമ്പി നിന്നൊരാ സന്ധ്യകളും. മുറിവേറ്റ കരളിന് മരുന്നായി മാറും നീ ആയിരം നാവുള്ള സാന്ത്വനവും. മറക്കാൻ കൊതിച്ചാലും തിരിനീട്ടി ഉണർത്തുന്നു മിഴി നിറഞ്ഞൊഴുകുന്ന പ്രിയ നൊമ്പരം. മറക്കുമോ നീ എന്റെ മൗനഗാനം? ഒരു നാളും നിലയ്ക്കാത്ത വേണുഗാനം. കാണാതിരുന്ന കരയുന്ന മിഴികളെ കാണുമ്പോഴെല്ലാം മറക്കുന്ന ഹൃദയമേ, ഹൃദയമേ, മറക്കാം എല്ലാം നമുക്കിനി മറക്കാം. നീ ഇത്ര പാവമായി പോയല്ലടാ. പെണ്ണുങ്ങളെ പോലെ കരയാണ്ട് പോയവളെ വിളിച്ചോണ്ടോടാ. ഞാൻ പരിഹസിക്കുക പരിഹസിക്കേ? ഒരാൾക്കുണ്ണാനുള്ള ചോറുകൂടി വേണമെന്നല്ലേ ഉള്ളൂ. അത് അച്ഛൻ അധ്വാനിക്കുന്നുണ്ട്. വേണ്ടച്ച, സാരമില്ല, ഞാൻ മറന്നോളാം, എല്ലാം മറന്നോളാം. വെണ്ണം വരുമ്പോ പലതും പറയും. ഇന്ന് വെച്ച് നിന്റെ വേദന അച്ഛന് മനസ്സിലാവില്ലെന്ന്. ബോബി മാഷിന്റെ മകൻ ഒരു പെൺകുട്ടിയെ മോഹിപ്പിച്ച് വഞ്ചിക്കരുത്. ചേച്ചി, സതീശേട്ടൻ 100 പവന് തന്നെയായി 3.5 ലക്ഷം റുപ്യ. പിന്നെ സദ്യ 1000 ആളെങ്കിലും ഉണ്ടാവില്ലേ? പിന്നെ ആ ദേഹണ്ണക്കാര് വരാന്ന് പറഞ്ഞിട്ട് ഇവിടെ ലേറ്റല്ലോ. എന്താ മോളെ ഇത്?
ഇനിയെങ്കിലും ഈ കരച്ചിലും പിടിച്ചിലും ഒക്കെ നിർത്തി സന്തോഷായിട്ടിരിക്കുക. നീയോ ഇറങ്ങിനാ വീട്ടിൽ നിന്ന്? ഇറങ്ങാം, പക്ഷെ അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇന്ദുവിന് എനിക്ക് വിവാഹം കഴിച്ചു തരണം. ചെത്ത് കടന്നു പോണാ നായിന്റെ പോനെ. പോയിക്കോളാം, എനിക്ക് അവിടെ ഒന്ന് കാണണം. പറ്റില്ല, എന്റെ മോക്ക് കാണണ്ട. എന്ന് അവള് പറയട്ടെ, ഞാൻ ഇവിടെ നിന്ന് തല കുനിച്ച് ഇറങ്ങി പോവാം. പക്ഷെ വിളിച്ചാ വരുന്നുണ്ടെങ്കിൽ ഞാൻ അവളെ കൊണ്ടുപോകും ചെയ്യും. ആ ഇന്ദു, അടച്ചു പൂട്ടില്ലേ അവളെ അകത്ത്? കേറി പോടിയകത്ത്. നിന്നെ അച്ഛാ, എന്നെ തടയരുത്. തടഞ്ഞ എന്റെ ശവം നിങ്ങൾ കാണാം. ഞാൻ ജീവിച്ചിരിക്കില്ല. മോളെ, എന്നെ ശപിക്കരുത്. എന്തോ അവള് പോയി. അവളോട് പോകരുതെന്ന് പറ. താനേ വേണ്ടാത്ത കാര്യങ്ങൾ ആലോചിച്ചു മനസ്സ് പുണ്ണാക്കാതെ പോയി കിടന്നുറങ്ങാൻ നോക്ക്. നമ്മളൊക്കെ സ്വാർത്ഥന്മാരാടോ. എന്റെ മകന്റെ സങ്കടം കണ്ടപ്പോ വേറൊന്നും ആലോചിച്ചില്ല, പോയി വിളിച്ചുകൊണ്ടുവരാൻ പറഞ്ഞു. ആ KK നായർ എങ്ങനെയാടോ ഇത് സഹിക്കുക? അത് പിന്നെ സഹിക്കാണ്ട് പറ്റുമോ? നാളെ അനു എന്നെ ധിക്കരിച്ചാൽ എനിക്ക് ഓർക്കാൻ വയ്യ. ഇങ്ങനെയൊക്കെ ആലോചിച്ചാൽ ജീവിക്കാൻ പറ്റുമോ? ഇപ്പൊ കുറച്ച് വിഷമം ഉണ്ടാവും, കുറച്ച് കഴിയുമ്പോൾ അത് മാറും. ഇതൊക്കെ ലോകത്ത് വരുവാ. ഏതായാലും സ്റ്റാഫിന് സതീശന്റെ കല്യാണത്തിന്റെ വക ഒരു പാർട്ടി താൻ തരണം. അതിന് തന്റെ പിശുക്കൊന്നും ഞങ്ങൾ സമ്മതിക്കില്ല. പത്മാവതിയോട് പറഞ്ഞേക്കെ, ഞാൻ ഇറങ്ങി. അച്ഛാ, കിടക്ക വിരിച്ചിട്ടുണ്ടെന്ന് പറയാൻ പറഞ്ഞു അമ്മ. എന്താ അച്ഛാ? ഏയ് ഒന്നുമില്ല. നിന്റെ അമ്മയുടെ ഇങ്ങനെ ഒരുത്തരുണ്ടെന്നുള്ള വിചാരേ ഇല്ല അവക്ക്. ഗോണി കുത്തനെയാ, സൂക്ഷിക്കണം കേട്ടോ. സതീശന്റെ കല്യാണം ആർഭാടായിട്ട് നടത്തണം എന്നായിരുന്നു എന്റെ ആശ. നടത്താലോ, ഇനിയും നടത്താം. മുറ്റം നിറയെ ഒരു പന്തലും 1000 പേർക്ക് സദ്യയും. ദാ എടീ, ആദ്യം ഒരു പെണ്ണിനെ പോറ്റാനുള്ള ശേഷി ഉണ്ടാവട്ടെ, എന്നിട്ടാവാ സദ്യ. ദേ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഓ, നിന്റെ അച്ഛന്റെ ഒരു സ്വഭാവം. ഹലോ, ഇത്രയ്ക്ക് നാണം വേണോ? കരയ നീ? കാര്യം പറ. എന്റെ അച്ഛനും അമ്മയും മനഃപൂർവ്വമാണോ? ആരെങ്കിലും വേദനിപ്പിക്കാതെ എങ്ങനെ നീ എന്നെ സ്വന്തമാവുക? കരയാതെ. ഇനി എനിക്ക് നീയും, നിനക്ക് ഞാനും. ആ കുട്ടി കണ്ട നിന്റെ അടുക്കളയിലെ പഠിത്തം. ഓ പിന്നെ കണ്ടാലെന്താ. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതാ എന്റെ അടുത്തേക്ക് ചേർച്ചുള്ള ഡ്രസ്സ്. നമ്മൾക്ക് കാപ്പി. ഇനി സതീശനെ എണീപ്പിക്കൽ ഒരു ജോലി. ഞാൻ കൊടുത്തോട്ടെ അമ്മേ. ഓ, ഞാനത് മറന്നു. ഇനി മോളല്ലേ കൊടുക്കണ്ടേ. അച്ഛൻ എണീറ്റില്ലേ അമ്മേ? അച്ഛൻ 5 മണിക്ക് എണീക്കും. അപ്പ കിട്ടണം ഒരു കട്ടൻ. പിന്നെ തൊടിയിലെ പണി കഴിഞ്ഞ് വരുമ്പോ പാലൊഴിച്ചൊരു കാപ്പി വേണം. ഓ, ആ കിഴക്കേ അതിലുള്ള തെങ്ങിലെ മച്ച ഞാൻ മുഴുവൻ കുഴിയാ. അച്ഛാ കാപ്പി. എനിക്കിപ്പോ വേണ്ട. ഒരു കാപ്പി ഇടാൻ നിനക്ക് കൊടുവില്ലേ? എന്തിനാ അവളെ ബുദ്ധിമുട്ടിക്കണേ? അവള് തരാന്ന് പറഞ്ഞു. എല്ലാം അതുപോലെ മതി. നീ വലിയ അമ്മായിയമ്മ വേണ്ട, മനസ്സിലായേ? എന്താ? ഏയ്, ഞാൻ ആലോചിക്കായിരുന്നു. ചിലപ്പോഴൊക്കെ ഉറക്കത്തിൽ കട്ടിലിനെ ഉരുണ്ട് താഴെ വീഴും. ഇന്നലെ നമ്മൾ 2 പേരുണ്ടായിട്ടും ഈ ചെറിയ കട്ടില്
പന്ത് കളിക്കാൻ സ്ഥലം ബാക്കി. അവിടുന്ന് ദാ, ഇത് കണ്ടോ, കൊരങ്ങിന്റെ കയ്യിൽ കിട്ടിയ പൂമാല പോലെ. ഇന്നലെ അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. നിനക്ക് ഈ വേഷമുണ്ടോ നല്ലത്? ഇപ്പോഴാ വടക്കേടത്ത് സതീശന്റെ ഭാര്യയായത്. അമ്മയുടെയാ. 2 സാരിയും തന്നു, ജയശ്രീയുടെ. എനിക്ക് വിഷമൊന്നുമില്ല. എനിക്കിപ്പോ അത്യാവശ്യത്തിന് ഇതൊക്കെ മതിയില്ല. വിഷമമില്ലെന്ന് പറഞ്ഞാലും നിന്റെ മുഖത്തുണ്ട്. അതൊന്നുമല്ല. പിന്നെ അച്ഛൻ എന്നെ ഇഷ്ടമല്ലേ? നാര് പറഞ്ഞു? അച്ഛന് ഇഷ്ടമില്ലെങ്കിൽ പിന്നെ നിന്നെ വിളിച്ചോണ്ടിരാൻ പറയോ? ഞാൻ കാപ്പി കൊടുത്തപ്പോ വാങ്ങിയില്ല. ഓ, അതാണോ? അത് അമ്മ കൊടുത്താലേ അച്ഛന് തൃപ്തി.